കണ്ടെയ്നറുകളിൽ നിന്ന് ഉള്ള വസ്തുക്കൾ മാറ്റുന്നു, കണ്ടെയ്നറുകളെ അടിയുന്ന കണ്ടെയ്നറുകളെ എടുത്ത് പരിശോധനയ്ക്ക് അയക്കുന്നു. ഇങ്ങനെയുള്ള പല ഘട്ടങ്ങൾക്കിടയിൽ ഇതാ ഒരു തീപിടുത്തമുണ്ടായിരിക്കുകയാണ്. കൊല്ലത്ത് തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ മുറിച്ചു നീക്കുന്നതിനിടെ തീപിടുത്തമുണ്ടായത്. അണച്ചിരിക്കുന്നു. ശക്തികുളങ്ങരയിലാണ് ഗ്യാസ് കട്ടിങ്ങിനിടെ കണ്ടെയ്നറിന് തീപിടിച്ചത്. കണ്ടെയ്നറുകളുടെ തെർമോകോൾ കവചത്തിനാണ് ആ കവചം മുറിച്ച് മാറ്റുന്നതിനിടെയാണ് തീപിടിച്ചത്. ഡി ബിനോയ് അതിൻ്റെ വിവരങ്ങൾ നൽകാൻ ചേരുന്നു. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പ്രകാരം അതിഭീകരമായൊരു തീപിടുത്തമായിരുന്നു ഉണ്ടായിരുന്നത്. അത്രയധികം ഭീമാകാരമായ രീതിയിലുള്ള പുകപടലങ്ങൾ, വിഷവായു നിറഞ്ഞ പുകപടലങ്ങൾ പടർന്നു. അത് അണയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് ആശ്വാസകരമാണ്. എന്തായിരുന്നു അതിൻ്റെ കാരണം, ഡി ബിനോയ്? ഇന്ന് ഉച്ചയോടുകൂടിയാണ് ശക്തികുളങ്ങര തീരത്ത് അടിഞ്ഞ കണ്ടെയ്നറുകൾ മാറ്റുന്നതിനിടയിൽ കണ്ടെയ്നറിനുള്ളിൽ നിന്നും വലിയ തരത്തിൽ തീ ഉണ്ടായത്. അതായത് പുറത്തെ ഇരുമ്പ് കവചം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിച്ചത് രണ്ടാക്കിയതിന് ശേഷം ക്രെയിനുകൾ ഉപയോഗിച്ച് പൊക്കി മാറ്റാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഈ ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച പുറത്തെ ഇരുമ്പ് കവചം മുറിക്കുന്നതിന് ഇടയിൽ അകത്തുണ്ടായിരുന്ന ഈ പ്രത്യേകതരം പാളികൾ, അതായത് തെർമോകോൾ പാളികളിലേക്ക് ആ തീ പടരുകയായിരുന്നു. ആ തീ വളരെ വേഗത്തിൽ കണ്ടെയ്നറിനുള്ളിലേക്ക് വ്യാപിക്കുകയും വലിയ തരത്തിൽ കറുത്ത പുക ഉയരുകയും ചെയ്തു. ഈ സമയത്ത് അഗ്നിരക്ഷാസേന ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേഗത്തിൽ തീ അണയ്ക്കാനായി ജനവാസ മേഖലയ്ക്ക് വലിയ ദൂരമല്ലാത്ത സ്ഥലത്തായിരുന്നു ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞത്. അതുകൊണ്ട് തന്നെയായിരുന്നു ഇവ മാറ്റാൻ തീരുമാനിച്ചതും. ഇതിനിടയിൽ അഗ്നിരക്ഷാസേനയുടെ സമയത്തുള്ള ഇടപെടൽ കാരണം ആ തീ വലിയ തോതിൽ തീരത്തേക്കൊന്നും പടർന്നില്ല, വേഗത്തിൽ അണയ്ക്കുവാൻ കഴിഞ്ഞു. എന്നിരുന്നാൽ തന്നെയും അല്പസമയം ആ തീരവാസികൾ ഒരു ആശങ്കയിലായിരുന്നു. കാരണം വലിയ തരത്തിലുള്ള പ്രചരണങ്ങൾ പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഈ കണ്ടെയ്നറിനകത്തുള്ളിൽ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു ആശങ്ക ആളുകൾക്കുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ തീ അണച്ചതിന് ശേഷം കളക്ടർ തന്നെ അറിയിപ്പ് നൽകി ഇതിനകത്ത് രാസവസ്തുക്കളിലായിരുന്നു, അതായത് അകത്തെ തെർമോകോൾ പാളികൾക്ക് തീപിടുത്തം ഉണ്ടായതുകൊണ്ടാണ് ഇത്തരത്തിൽ കറുത്ത പുക ഉയർന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കാരണം ഈ കണ്ടെയ്നർ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഇത് ശീതീകരണ സംവിധാനമുള്ള കണ്ടെയ്നറുകളായിരുന്നു. ഇറച്ചിയോ മാംസങ്ങളൊക്കെ മറ്റും വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് ഉപയോഗപ്രദമായ തരത്തിൽ തയ്യാറാക്കിയിരുന്ന കണ്ടെയ്നറായിരുന്നു. അതുകൊണ്ടാണ് ഇതിനകത്ത് ഇത്തരത്തിൽ ഈ തെർമോകോൾ പാളികൾ കൂടി സ്ഥാപിച്ചിരുന്നത്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ അഗ്നിരക്ഷാസേന ഇടപെട്ടു. അതുകൊണ്ട് തീ കെടുത്താനായി. കാരണം ഈ കണ്ടെയ്നറുകൾ മുറിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ നേരത്തെ തന്നെ കണ്ടിരുന്നു. ആ അപകട സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് അഗ്നിരക്ഷാസേനയുടെ വലിയൊരു സംഘം തീരപ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ ഇത്തരത്തിൽ ഈ കണ്ടെയ്നറുകൾ വലിയ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി മാറ്റാൻ ശ്രമിച്ചെങ്കിലും അത് പൂർണ്ണ തോതിൽ നടപ്പായില്ല. ഏതാനും കണ്ടെയ്നറുകൾ മാത്രമാണ് ഉയർത്തി മാറ്റാൻ കഴിഞ്ഞത്. ഈ ശീതീകരണ സംവിധാനങ്ങളുള്ള കണ്ടെയ്നറുകൾ ഇന്നാണ് അതിനെ മുറിച്ച് രണ്ടാക്കിയിട്ട് കൊല്ലം തീരത്തേക്ക് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചത്. MS. ശരി, ഡി ബിനോയ്.